നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം BSc നഴ്സിംഗ് പഠനത്തിന് മിലിറ്ററിയിൽ എങ്ങനെ അഡ്മിഷൻ നേടാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. മിലിറ്ററിയിൽ BSc നഴ്സിംഗ് പഠിക്കാതെ എങ്ങനെയാണ് മിലിറ്ററിയിൽ BSc നഴ്സിംഗിന് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ജോലി ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. എല്ലാ വർഷവും മിലിറ്ററിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. 2023-2024 ആപ്ലിക്കേഷൻ 2023 ഡിസംബറിൽ ആയിരുന്നു. ഇനി 2024-2025 റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ 2024 ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ ആയിരിക്കണം. പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്നിവ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ്സായവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് രജിസ്റ്റേർഡ് മിഡ്വൈഫും ആയിരിക്കണം. 4 സ്റ്റെപ്പുകളിലായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ്. റിട്ടേൺ എക്സാം, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, അതിനുശേഷമാണ് ഫൈനൽ സെലക്ഷൻ. ഈ 4 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് മിലിറ്ററിയിൽ സ്റ്റാഫ് നഴ്സായിട്ട് സെലക്ഷൻ ലഭിക്കുന്നത്. റിട്ടേൺ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, ഓൺലൈനായിട്ടാണ് എക്സാം. കേരളത്തിൽ സെന്ററുകൾ ഉണ്ട്. BSc നഴ്സിംഗ് സിലബസിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഉണ്ടാവുക. BSc നഴ്സിംഗ്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടോട്ടൽ 150 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. BSc നഴ്സിംഗ് 30 മാർക്ക്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് 100 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ 150 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. റിട്ടേൺ എക്സാമിൽ 50% മാർക്ക് നേടിയിരിക്കണം. 50% മാർക്കാണ് ക്വാളിഫയിങ് മാർക്ക്. ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡൽഹിയിൽ നടക്കുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള TA, DA എന്നിവ ലഭിക്കുന്നതാണ്. 4-5 ദിവസം നടക്കുന്ന പ്രോസസ്സാണ് ഇത്. അതിനുവേണ്ടിയുള്ള TA, DA ആണ് ലഭിക്കുന്നത്. റിട്ടേൺ എക്സാമും ഇന്റർവ്യൂവും പാസ്സാകുന്നവർക്ക് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. മെഡിക്കൽ എക്സാമിനേഷനിൽ എക്സ്റേ, USG, ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ നടത്തിയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് നടത്തുന്നത്. വിവാഹിതർക്കും ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പ്രഗ്നന്റ് ലേഡീസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. മെഡിക്കൽ എക്സാമിനേഷൻ ടൈമിൽ റിജക്റ്റ് ആകും. നോർമൽ ഡെലിവറിക്ക് ശേഷം 24 ആഴ്ച കഴിഞ്ഞവർക്കും, അബോർഷന് ശേഷം 12 ആഴ്ച കഴിഞ്ഞവർക്കും, സിസേറിയന് ശേഷം 52 ആഴ്ച കഴിഞ്ഞവർക്കും ആണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ആണ് ഫൈനൽ സെലക്ഷൻ നടത്തുന്നത്. സെലക്ഷൻ ലഭിക്കുന്നവർക്ക് 5 വർഷത്തെ കമ്പൽസറി ആയിട്ടുള്ള സർവീസ് ആണ്. അതിനുശേഷം വേണമെങ്കിൽ 5 വർഷവും അതിനുശേഷം 4 വർഷവും ജോലി ചെയ്യാം. മിലിറ്ററിയിൽ BSc നഴ്സിംഗ് പഠിക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ പഠിച്ചതിന് ശേഷം മിലിറ്ററിയിൽ എങ്ങനെയാണ് BSc നഴ്സിംഗ് ജോലി നേടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.